ഡേ 1 മോണ്ടിനെഗ്രോ. അപ്പൊ ഇവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാണ്. എല്ലാരും മഞ്ഞാണ് കഴിച്ചത്. അപ്പൊ താഴെ വണ്ടി കിടപ്പുണ്ട്. അപ്പൊ വണ്ടിയിലാണ് ഡ്രൈവ് ചെയ്താണ് പോകുന്നത് ഞങ്ങള്. അപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. രാവിലെ ഇപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഒക്കെ ഞാൻ റൂമിന്റെ ടൂർ ഞാൻ ചെയ്യാം. ഇപ്പം എഴുന്നേറ്റ് ഫുൾ ഫ്രഷ് ആയി. ഞങ്ങൾ എല്ലാരും മഞ്ഞാണ്. ഇവിടെ കിടന്നുണ്ടല്ലോ, കിടന്ന് പമ്പരം കറങ്ങുകയാണ്. ഒരു മാല ഉണ്ടത് എങ്ങനെ ഇടണം അറിയാത്തതിന്റെ അല്ലേടി ഇതാ അറിയാ. രണ്ടുപേരുടെ പ്ലാൻ ചെയ്യണം ഏത് രീതിയിൽ ഇടണം. നമ്മളെല്ലാം മഞ്ഞ കേട്ടോന്ന്. SNDP കരയോഗത്തിന് പോകാൻ തോന്നി ഞങ്ങള്. അപ്പൊ എന്തായാലും ഫുൾ ഓണാണ് ഞങ്ങളിപ്പോ. ഇനിയിപ്പോ ഞാൻ താഴോട്ട് പോയിട്ട് വണ്ടിയുടെ അവിടെ ചെന്നിട്ട് കുറച്ച് വ്ളോഗ്സ് ഒക്കെ കാണിക്കാം. പിന്നെ എന്താ പറയാ, ഇവിടെ ഭയങ്കര ചൂടാണ്. ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ നല്ല ഹെവി ഹീറ്റാണ് കേട്ടോ. നമുക്കാണെങ്കിൽ പുറത്തിറങ്ങുന്നതിന് ഇന്നലെ ഞാൻ പുറത്തിറങ്ങിയിട്ട് കണ്ട കളറൊക്കെ മാറി, കരിക്കട്ട പോലെ ആയിട്ടുണ്ട്. ആ രീതിയിലാണ് കളറൊക്കെ മാറി. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതുവരെ നമുക്ക് ഒരു ബോറൊന്നും അടിച്ചില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് നൈസായിട്ട്. ഫുഡിനൊന്നും ഒരു കുറവില്ലായിരുന്നു. നല്ല അടിപൊളി ഫുഡെല്ലാം കിട്ടി. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ രാവിലെ ഇപ്പൊ എഴുന്നേറ്റപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ യൂറോപ്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഫുഡ് അടിക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. പിന്നെന്താ ഇവിടുത്തെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? വേറെ എന്ത്? അപ്പൊ ഞാൻ ഈ മാല ഒന്ന് തുറന്നു നോക്കണ്ട. ഇതിപ്പോ ഇനി ഇത് തുറന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോഴൊന്നും ഇറങ്ങൂല. ഇത് ഊർന്നോടി, ഇത് മാറ്. അപ്പൊ പിടിക്ക്. ഇത് സെപ്പറേറ്റ് ഇടുവാ? ചുമ്മാ അല്ല കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടായിരുന്നു എക്സ്ട്രാ ഇതിനിട്ടു.